പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ കരാറുകളിലൊന്നായ 1960 സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻ വിദേശകാര്യ സെക്രട്ടറിയും പ്രമുഖ നയതന്ത്രജ്ഞനുമായ കൻവാൾ സിബൽ ഈ കരാറിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വലിയ നഷ്ടമാണോ ഈ കരാർ വരുത്തിവെച്ചത്? പരിശോധിക്കാം. ആദ്യം എന്താണ് ഈ കരാർ എന്ന് പരിശോധിക്കാം. 1960 വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ കരാറിൽ ഒപ്പിടുന്നത്. ഇതനുസരിച്ച് സിന്ധു നദീതടത്തിലെ 6 നദികളെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചെനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു. പടിഞ്ഞാറൻ നദികളിലെ വെള്ളം കൃഷിക്കും ജലവൈദ്യുത പദ്ധതികൾക്കുമായി പരിമിതമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അനുവാദമുണ്ടെങ്കിലും സിന്ധു നദീതടത്തിലെ സിംഹഭാഗം വെള്ളവും ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനവും സഹകരണവും വളർത്താൻ സഹായിച്ചു എന്ന പൊതുധാരണയെ കൻവാൾ സിബൽ ശക്തമായി വിമർശിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: 1960 ഒപ്പുവെച്ച ഈ കരാർ പ്രാദേശിക സമാധാനത്തിന് വേണ്ടി ഉള്ളതായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് 1965 1971 പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്? 1972 ഷിംല കരാർ ഉൾപ്പെടെയുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളെയും പാകിസ്ഥാൻ കാറ്റിൽ പറത്തിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 1990 മുതൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ ഭരണകൂട നയമായി സ്വീകരിച്ചുവെന്ന് സിബൽ കുറ്റപ്പെടുത്തുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോർ ബസ് യാത്രയിലൂടെ സമാധാനത്തിന് ശ്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ കാർഗിൽ അധിനിവേശം നടത്തിയത്. അത് വലിയൊരു ചതിയായിരുന്നു. ഇതിനു പുറമെ 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവും 2008 മുംബൈ ഭീകരാക്രമണവും പാകിസ്ഥാന്റെ നിരന്തരമായ ആക്രമണ സ്വഭാവത്തിന്റെ തെളിവുകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ തുടരുമ്പോഴും ഇന്ത്യ ഈ ജലകരാർ വിശ്വസ്തയോടെ പാലിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പങ്കിട്ടെടുക്കുന്ന ജലം ഒരിക്കലും ഒരായുധമാകരുത് എന്ന് കൻവാൾ സിബൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യാപാര ബന്ധങ്ങൾ തകർന്നാലും ജലം രാജ്യങ്ങൾക്കിടയിൽ ഒരു പാലമായി മാറണം. എന്നാൽ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ്? കരാർ അനുസരിച്ച് പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യ നടത്തുന്ന പരിമിതമായ ജലവൈദ്യുത പദ്ധതികളെ പോലും സാങ്കേതികപരവും നിയമപരവുമായ തടസ്സങ്ങൾ ഉന്നയിച്ച പാകിസ്ഥാൻ നിരന്തരം വൈകിപ്പിക്കുകയും എതിർക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത്? അടുത്തിടെ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഹിന്ദു മുസ്ലിം മതപരമായ വ്യത്യാസങ്ങളെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിലെ തന്ത്രപ്രധാന വിദഗ്ധർക്കിടയിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഭീകരവാദവും സമാധാന ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നിരന്തരം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇന്ത്യ ഈ ജലകരാർ പുനഃപരിശോധിക്കേണ്ടതുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.